പണിമുടക്കിനോടുള്ള നിങ്ങളുടെ നിലപാട് എങ്ങനെയാണെന്ന് മാത്രമല്ല AICC സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഒരു സർക്കുലർ PCC പ്രസിഡന്റുമാർക്കുള്ള വസ്തുത എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? അല്ല, പണിമുടക്കിൻ്റെ കാരണങ്ങളോട് നമ്മൾ പൂർണ്ണമായ പിന്തുണയാണ്. ദേശീയതലത്തിൽ കോൺഗ്രസ് കൂടി പിന്തുണയ്ക്കുന്ന കാര്യമാണ്. സംശയം എന്താണ്? ഞങ്ങളെല്ലാം, ഞാനും ഒരു ട്രേഡ് യൂണിയനിസ്റ്റാണ്, ഞങ്ങളെല്ലാം പിന്തുണയ്ക്കുന്നതാണിത്. സംശയം എന്താ? നിങ്ങൾ യാത്ര നടത്തുന്നതിനെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ ഞാൻ നേരിട്ട് പറയാം. യാത്ര ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. യാത്രയുടെ പ്രചരണത്തിന് കൂടി ഈ വിഷയങ്ങൾ ഞങ്ങൾ പറയും. ഏത് കാര്യത്തിലാണ് ഈ സമരം ദേശീയ പണിമുടക്ക് നടത്തുന്നത്, അതിൻ്റെ കാരണം കൂടി എന്തിനാണ്, ഏത് കോസിന് വേണ്ടിയാണ് നടത്തുന്നതെന്ന് ഈ ജാഥയിൽ പ്രചരണം കൂടി നടത്തും. അതിനുള്ളൊരു അവസരം കൂടിയല്ലേ അതുകൂടി. അല്ല, അത് അവർക്ക് എന്ത് വേണേലും പറയാമല്ലോ. പിന്നെ എനിക്ക് വേറൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഒരു പൊതുസമൂഹത്തിൽ, ഞാനും ട്രേഡ് യൂണിയനിസ്റ്റാണ്, ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയനുള്ള നേതൃത്വത്തിലുള്ള ഒരാളാണ് ഞാൻ. അത് വെച്ചുകൊണ്ട് ഞാൻ ഒരു ചോദ്യം, ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലല്ലാതെ ഹർത്താലിനും ബന്ദിനും സമാനമായ പണിമുടക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നടക്കുന്നുണ്ടോ? എൻ്റെ ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു ചോദ്യം. അല്ല നിങ്ങൾക്ക് മനസ്സിലായില്ല, എൻ്റെ ചോദ്യം മനസ്സിലായില്ല. അതായത് ദേശീയ തലത്തിൽ ഹർത്താലിനും ബന്ദിനും സമാനമായ തരത്തിൽ ഒരു പണിമുടക്കിനെ മാറ്റുന്നത് ഈ കാലത്തിൽ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പൊതുചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. ഞാൻ അതിൻ്റെ ശരിയും തെറ്റുമല്ല പറയണ്ട, പൊതുചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഇങ്ങനെ സംഭവം നടക്കണ ആർക്കും അറിയില്ല, കർണാടകത്തിൽ പോയാൽ അറിയില്ല, മഹാരാഷ്ട്രയിൽ പോയാൽ അറിയില്ല. ഇത് എല്ലാവരും ചേർന്ന് ആഹ്വാനം ചെയ്ത ഡൽഹിയിൽ ഇല്ലല്ലോ. നമ്മളൊന്ന് ആലോചിക്കണം. കേരളം മാത്രം ഒരു ബന്ദിനും ഹർത്താലിനും സമാനമാക്കി ഒരു പൊതു പണിമുടക്കിനെ മാറ്റണ വേണോ? എല്ലാവരും ഒരു ചർച്ചയ്ക്ക് വയ്ക്കുകയാണ് ഞാൻ അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒന്നുമല്ല, അത് ചർച്ച, ഒരു പൊതു ചർച്ച വേണം. നമ്മൾ മാത്രം, നിങ്ങളൊന്ന് ആലോചിച്ചേ. ആണ്, ഉറപ്പായിട്ട് വേണം. അതിൻ്റെ പ്രചരണം വേണം, അതിന് വ്യാപകമായ പ്രചരണം വേണം. പക്ഷേ ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു. അത് കാലഹരണപ്പെട്ടതാണോ എന്നൊരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. ഞാനത് വെക്കുന്നു. അല്ല, അങ്ങനെയൊന്നും ആവില്ല. അപ്പോൾ കേരളത്തിൽ മാത്രമുള്ളത് ഇത്? അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമാണോ ഇതുള്ളത്? അപ്പോൾ ഇത് ദേശീയ തലത്തിൽ ബാധിക്കുന്നൊരു വിഷയമല്ലേ? ഏത് ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ബന്ദിനും ഹർത്താലിനും സമാനമായ രീതിയിൽ അത് മാറുന്നത്. നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട, ഇതൊരു പൊതു ചർച്ചയ്ക്ക് ഞാൻ വയ്ക്കുകയാണ്. കുറേ കാര്യങ്ങൾ കാലഹരണപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്, ഇല്ലേ? ഇതിനൊക്കെ അതൊക്കെ നമുക്ക് വെറുതെ ഈ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ദേശീയ തലത്തിൽ പണിമുടക്ക് വിജയിപ്പിക്കാൻ ചിലപ്പോൾ വിചാരിച്ചാൽ സാധിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് കോൺഗ്രസിന് വിചാരിച്ചാൽ സാധിക്കുമല്ലോ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? അല്ലല്ല, അത് പണ്ട് മുതലേ സംഘടനാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് സോളിഡാരിറ്റി പൂർണ്ണമായി നൽകണമെന്ന് എല്ലാ PCC പ്രസിഡന്റുമാരോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനത്തും പണ്ട് മുതലേ കേരളമല്ലാതെ ഒരു സംസ്ഥാനം, ബംഗാളിൽ പോലും ചെയ്യാറില്ല. ബംഗാളിൽ CPM ഭരിക്കുന്ന കാലത്ത് പോലും ചെയ്യാറില്ല. ഈ ഹർത്താലും ബന്ധുവാക്കൂല അവിടെ. ത്രിപുരയിൽ ചെയ്യാറില്ല. നേരത്തെ ഭരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ, പാർട്ടിയൊക്കെ അവിടെ ഉണ്ടല്ലോ, അവിടെയും ചെയ്യാറില്ല. ഞാൻ പറയുന്നത് നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുക. അതാ അവരുടെ ഇഷ്ടം. അല്ല ഞങ്ങൾ ഇപ്പോൾ അതിൻ്റെ പ്രചരണത്തിൻ്റെ കൂടി വേദിയാക്കി മാറ്റും. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യല്ലേ. അപ്പോൾ പബ്ലിക്കാണ്, പബ്ലിക് മീറ്റിംഗ് അല്ലേ. ഇതിൻ്റെ സാധാരണ പൊതുപണിമുടക്കിന് പബ്ലിക് മീറ്റിംഗ് ഒക്കെ നടത്തി നാട്ടുകാരോട് പറയണത്. ഇപ്പോൾ എത്ര നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യണമെന്ന്? ആളുകൾക്ക് അറിയില്ല, കാരണം പ്രചരണം നടന്നിട്ടില്ല. ഇത് പറയണ എളമരം കരീമിൻ്റെ CIT പോലും ഒരു പ്രചരണ പരിപാടി ഞാൻ കണ്ടില്ലെങ്കും. നടത്തി കാണും, ഞാൻ കണ്ടില്ലെങ്കും. ഒരു പ്രചരണം നടത്തണം. അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ എല്ലാവരും നിങ്ങളെല്ലാം വന്ന് അത് ആ വിഷ്വലൊക്കെ എടുത്തുന്ന ഇത്രയും പ്രചരണം കിട്ടുന്ന വേറൊരു പരിപാടി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നില്ലല്ലോ. ഈ യാത്രയുടെ പോലൊരു പരിപാടി നടക്കുന്നില്ലല്ലോ. അപ്പോൾ ആ പരിപാടി ഇതിൻ്റെ കൂടി ഈ കോഴ്സ് കൂടി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജായി മാറില്ല. നല്ലതല്ലേ? ശരി. അപ്പം അപ്പം മനസ്സിലായല്ലോ എന്താണ് CPM പറഞ്ഞതിൻ്റെ ഒരു ലെവലെന്ന് മനസ്സിലായല്ലോ. ആളുകളെ ഇങ്ങനെ കബളിപ്പിക്കാനും ഇങ്ങനെ പറ്റിപ്പിക്കാനും വേറെ ഏതോ ലോകത്തിലാണ് അദ്ദേഹം, ഭൂമിയിലല്ല.
ഭൂമിയിലല്ല, അദ്ദേഹത്തോട് എനിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിലത്ത് കാല് കുത്തിയിട്ട് ഭൂമിയിൽ കാല് കുത്തിയിട്ട് സംസാരിച്ചാൽ നല്ലതായിരിക്കും. ഇന്നലെ പറഞ്ഞു ഞാൻ പച്ചക്കള്ളം പറയുകയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു 3 ജനപ്രതിനിധികളെ CMDRFിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ UDFിൻ്റെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി 18.5 ലക്ഷം രൂപ CMDRFിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 ലക്ഷം രൂപ എൻ്റെ ഞാൻ പറയുള്ളൂ എമൗണ്ട്, ബാക്കി എല്ലാവരും അവരുടെ ഇതനുസരിച്ച് 18.5 ലക്ഷം രൂപ UDF MLAമാർ CMDRF കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് CMDRF പൈസ കൊടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു വന്നത്. ഞങ്ങൾ കൊടുക്കാനാണ് പറഞ്ഞത് എല്ലാവരോടും. UDF MLAമാർ കൊടുത്തിട്ടുണ്ട് 18.5 ലക്ഷം രൂപ CMDRF കൊടുത്തിട്ടുണ്ട്. പുള്ളി അതും ഇതൊക്കെ പറയുമല്ലോ, ആ കൂട്ടത്തിൽ പറഞ്ഞ